ഞാൻ ഉണ്ടല്ലോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിക്കുന്നു. ആക്ച്വലി ഞാൻ എണീച്ചു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ അവിടെ ഒരു ചാമ്പക്ക മരമുണ്ട്. ചാമ്പക്കേൻ്റെ അടുത്ത് പോയി നോക്കിയായിരുന്നു. നല്ല രസമുണ്ട് മഴയത്ത് ഇങ്ങനെ ആ ചാമ്പക്കേൻ്റെ മേലെ ഇങ്ങനെ നല്ല റെഡ് കളറായിട്ട് നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ കാണാൻ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടിട്ട് കഴിക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട്. ഇല്ലെങ്കിൽ പക്ഷെ കഴിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ ചൊവ്വയായിരിക്കില്ലേ അതിനുണ്ടാവുക. സോ ഇല്ലല്ല, ഞാൻ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ ചെന്നു. ഞാൻ എന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ എവിടെയെങ്കിലും കൊടുക്കാം. നല്ല രസമുണ്ട്. ഞാൻ എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ചെറുങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് പോയിരിക്കാം. എനിക്കുണ്ടല്ലോ കുറേ അധികം ഹോബീസ് ഉണ്ട്. അതിനായിട്ട് ഇങ്ങനെ കുറേ എല്ലാ ഹോബീസിനും എനിക്ക് കുറച്ച് ടൈം അലോട്ട് ചെയ്യണമെന്നുണ്ട്. സോ ഞാൻ അങ്ങനെയല്ല, അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. മീൻസ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെയിൻറ്റിങ് ഇഷ്ടമാണ്, ഡ്രോയിങ് ഇഷ്ടമാണ്. ലൈക്ക് ചില സമയത്ത് എനിക്ക് ഡ്രോ ചെയ്യാൻ മാത്രമായിരിക്കും തോന്നുന്നത്. ചില സമയത്ത് എനിക്ക് ജസ്റ്റ് കളറിങ് അതായിരിക്കും ഇഷ്ടമുണ്ടാവുക. അതായത് എനിക്ക് ക്രാഫ്റ്റിംഗ്, എംബ്രോയിഡറി, നിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഒക്കെ അങ്ങനെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹോബീസ് ജാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്കൊരു സീരീസ് ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നെടുത്തിട്ട് അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. ബട്ട് എല്ലാ ദിവസമൊന്നും നടക്കുന്നില്ല. വല്ലപ്പോഴൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എനിക്ക് ശരിക്കും ഞാൻ കാണിച്ചുതരാം. ഞാൻ എൻ്റെ CD ഇതൊക്കെ ആദ്യമേ പെയിൻറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ഇതിൽ പരീക്ഷിക്കാൻ വിചാരിച്ചു. ഇത് രണ്ടും കുറേ പെയിൻറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ പകുതി ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ, അങ്ങനത്തെ കുറേ ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു അതൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ആക്കാം എന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് ഇതിന്മേൽ പെയിൻറ്റ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ വാൾ ഡെക്കറേറ്റൊക്കെ നല്ല രസമുണ്ടാവില്ലേ, അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. നോക്കാം. ഞാൻ ഉണ്ടല്ലോ വരച്ചു. ഒന്നുമില്ല ജസ്റ്റ് സ്ട്രോബെറീസിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തു. ഒന്നുമില്ല ഇത് പിങ്ക് പാന്തർ ഇതും ഔട്ട്ലൈൻ ചെയ്തു കേട്ടോ. നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യൽ ഞാനിപ്പോൾ ചെയ്യുമെന്നറിയില്ല. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുത്തിരിക്കും. ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് ഇതിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് കാണിച്ചു തരുന്നതായിരിക്കും എന്ന് വിചാരിക്കാം. യെസ്, ഓഫ് കോഴ്സ്. എന്താണെന്ന് നോക്കാം അല്ലേ. ഇതിൻ്റെ ഒരു ഇത് കണ്ടോ, ബ്രഷ് വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അത് ഈ ഒരു ടെക്സ്ചർ നല്ലില്ലേ. ഇപ്പം ഉണ്ടല്ലോ ഞാൻ വിചാരിച്ച് എനിക്കിപ്പം പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു ഇത് തോന്നുന്നില്ല. ഐ തോട്ട് ഓഫ് ഡ്രോയിങ്. വേറൊരു ഷീറ്റും കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാനിങ്ങനെ സെറ്റാക്കി ഇവിടെ തന്നെ ഒത്തിരിക്കുക. ഇനിയിപ്പം ഞാൻ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ പെയിൻറ്റ് ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ ഇത് സ്വാട്ടക്കണം, ഇത് വെച്ചിട്ടില്ല ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ട് അല്ലാത്ത കുറേ കളേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് ഡിപ്പ് ചെയ്യാൻ വാട്ടർ ഞാൻ യൂസ് ചെയ്യും. വാട്ടർ കളർ അല്ലെങ്കിലും ഇച്ചിരി വാട്ടർ വെച്ചിട്ട് ബ്രഷ് ഞാൻ നല്ലപോലെ സെറ്റ് ചെയ്യും. അതിനു വേണ്ടി വെള്ളമില്ല. വെള്ളം എടുക്കണമെങ്കിൽ ഞാൻ ഒന്ന് എണീക്കണം, വിച്ച് ഈസ് മടി പിടിക്കുന്നു. ഞാനിപ്പം അടങ്ങിയിരിക്കുക, നല്ലൊരു കംഫർട്ടിലിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ പോകാൻ എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് നമുക്ക് അത് പിന്നെ ചെയ്യാം. അതുവരെ നമുക്ക് ഇതിൽ വരയ്ക്കാം. ഇനി നമുക്ക് റെഫറൻസ് നോക്കാം. ഇനി അങ്ങനെ കുറച്ച് സമയം പോകും. ഉണ്ടല്ലോ എൻ്റെ വീട്ടിൻ്റെ എനിക്ക് ഇഷ്ടമായി ഇവിടെ വന്നിരിക്കാൻ. നല്ല രസം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേരം. ഐ ഷോ ദാറ്റ്
കുറേ മരങ്ങളിങ്ങനെ കാണാം. ഓക്കെ, പിന്നെ ഏട്ടൻ്റെ വീടുണ്ട് താഴെ, അത് കാണാം. അതൊക്കെ തന്നെ. ഞാൻ അത് കാണിച്ചു തരാം അല്ലേ. ഇനി ഞാൻ ഇതിലേക്ക് എന്ത് വരയ്ക്കും എന്ന് നോക്കട്ടെ. ഞാനിങ്ങനെ എണീക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യേണ്ട, ഡ്രോ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നത്. എൻ്റെ ഇടയ്ക്ക് എണീക്കേണ്ടി വന്നു കേട്ടോ, ചക്ക തിന്നാൻ പോയിണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇപ്പം മഴ പെയ്യുന്നതാണ്, കേൾക്കുന്നുണ്ട് വിശ്വസിക്കുക. ഭയങ്കര വലിയ മഴയൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് നേരം മഴ. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഹോബി ചെയ്യുന്നു. നല്ല രസമുണ്ട് മൊത്തത്തിൽ. ഇറ്റ്സ് ഗുഡ്. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, നല്ല രസമല്ലേ ഇതിങ്ങനെ മഴ പെയ്യുന്ന നോക്കിക്കാൻ. നല്ല രസമുണ്ട്. ഈ ചെറവറ സൗണ്ട് തന്നെ കേൾക്കാൻ നല്ല രസമില്ലല്ലേ. ഇങ്ങനെ ഉണ്ടോ, രസമുണ്ടോ? ഇനി നമുക്ക് അടുത്ത ചെയ്യാം. ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ റൈറ്റിങ്സ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നല്ല രസം ഉണ്ടാവില്ലേ എന്ന് വിചാരിക്കുന്നു. കുറച്ച് നമുക്ക് നോക്കാം കേട്ടോ. അതിനെന്തെങ്കിലും ഇൻസ്പോ എടുക്കണം. ഇതല്ലോ ഈ ഒരു ഇത് ഇഷ്ടപ്പെട്ടോ. ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ടോ, അപ്പോൾ കിട്ടിയതാ. ബി യൂസ്ലെസ് സോ നോബഡി ക്യാൻ യൂസ് യു. പിങ്ക് പാന്തറിൻ്റെ വേർഡ്സ് കഴിഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ഇനി പോയി ഫുഡ് കഴിക്കാം. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇത് രണ്ടും കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇതിൽ എനിക്ക് എഴുതണം എന്നുണ്ടായിരുന്നു, ബട്ട് ഐ തിങ്ക് ഇതിനെ സിംപ്ലി ഇങ്ങനെ തന്നെ ഇടുന്നതായിരിക്കും ബെറ്റർ എന്ന്. അങ്ങനെ രണ്ടെണ്ണം കഴിഞ്ഞുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇത്. ഞാൻ വേൾഡൊക്കെ റേറ്റ് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. സോ നമുക്കിത് എന്തായാലും പേസ്റ്റ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് പേസ്റ്റ് ചെയ്യാം. എപ്പോഴാണ് പേസ്റ്റ് ചെയ്യുന്നറിയില്ല. കുറച്ച് പെയിൻറ്റിങ്സും ഉണ്ട്. ഞാൻ ഓൾറെഡി പെയിൻറ്റ് ചെയ്ത കഴിഞ്ഞ ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓൾറെഡി അവിടെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് പേസ്റ്റ് ചെയ്യണം. അത് ഞാൻ പിന്നെ അല്ലാണ്ട് റൂം ഒന്ന് സെറ്റാക്കുന്ന രീതിക്ക് എടുക്കാൻ നോക്കട്ടെ. എന്തായാലും ഇതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്, വാൾ ഡെക്കർ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആൻഡ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. നല്ല രസമുണ്ട് ഇങ്ങനെ ഇരിക്കുക. സാധാരണ ഞാൻ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ കിടന്ന് ഉറങ്ങലാണ് പതിവ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങും. പക്ഷെ ഇന്ന് എന്താണെന്നറിയത്തില്ല, വ്ളോഗ് എടുക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കങ്ങോട്ട് ഉറങ്ങാനുള്ള ഈ ഒരു സാധനം വന്നിട്ടില്ല. സോ നമ്മൾ ഉറങ്ങുന്നില്ല, നമ്മൾ നിർബന്ധിച്ച് ഉറക്കണ്ടല്ലോ. സോ ഇനി എനിക്കറിയില്ല. ഞാൻ നേരത്തെ വരയ്ക്കാമെന്നൊക്കെ, വേറൊരു ചിത്രം വരയ്ക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിന് ഇൻസ്പോ നോക്കി സ്ക്രോളിങ് മാത്രമായിപ്പോയി. ലൈക്ക് പിൻട്രസ്റ്റിൻ്റെ സ്ക്രോൾ ചെയ്യുക കേട്ടോ, അല്ലാണ്ട് റീൽസ് അങ്ങനത്തെ ഒന്നുമല്ല. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഉണ്ടല്ലോ നേരത്തെ എടുത്ത വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ പോയി ഒന്ന് കുളിച്ചു, വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ കുറേ നേരം ഫോൺ നോക്കി എടുത്തിരുന്നു. ഫോണിൽ നോക്കി ഇരുന്ന് വേറെ ഒന്നും നടന്നിട്ടില്ല. സോ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. സോ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാനിപ്പം വൈൻഡപ്പ് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു ദിവസം. ജസ്റ്റ് വീട്ടിൽ തന്നെയായിരുന്നു, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.